ഇതാണ് സുറിനാം ചെറി. ഇതാണ് കൊക്കോനില എന്ന് പറയുന്നൊരു പഴമാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളുരുത്തിയിലാണ്. ഇവിടെ 2 സെൻറ്റ് സ്ഥലത്ത് വീടും അതിനോടൊപ്പം തന്നെ 80-ൽ പരം വിദേശവും സ്വദേശിയുമായ പഴങ്ങളുള്ള ഒരു വീട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, ഇവിടെ നമുക്ക് ഈ വിദേശ പഴങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഹായ്, ഞാൻ ഷിബു ഭരതൻ. സ്ഥലം എറണാകുളം ജില്ല പള്ളുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് സ്ഥലപരിമിതികളെ മറികടന്നുകൊണ്ട് ഇങ്ങനെയും കൃഷി ചെയ്യാം. എങ്ങനെ പോട്ടിലും ഡ്രമ്മിലും ബാരലിലൊക്കെ വെച്ചുകൊണ്ട് സ്ഥലമില്ലാത്ത ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇത്തരത്തിൽ കൃഷി ചെയ്ത് അല്ലെങ്കിൽ വിദേശിയും സ്വദേശിയുമായിട്ടുള്ള പഴങ്ങൾ ഡ്രമ്മിലും പോട്ടിലും ബാരലിലൊക്കെ നടാം എന്ന് കാണിച്ചു കൊടുത്ത് കേരളം ഒട്ടാകെ ഇതുപോലെ തന്നെ നമ്മൾ ക്ലയൻറ്റ് വിളിക്കുന്നതനുസരിച്ച് ആളുകൾ വിളിക്കുന്നതനുസരിച്ചിട്ട് വീട്ടിൽ പഴച്ചെടി എത്തിച്ച് ശാസ്ത്രീയപരമായിട്ട് നട്ടുപിടിപ്പിക്കുന്ന ജോലിയും കൂടി നമ്മൾക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ ഇതുപോലെ ഡ്രമ്മിൽ കായ്ച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു താല്പര്യം വരാൻ വേണ്ടി ഏതായാലും നമ്മളുടെ ഒരു കാഴ്ച പോലെ നമുക്കിത് കാണാം. തായ്ലൻഡിൻ്റെ ബെൽച്ച് ആമ്പയാണ് ആ കാണുന്നത്. 50 ഗ്രാം അടുത്തോളം വരും. അതും ഡ്രമ്മിലാണ് നിൽക്കുന്നത്. അതാണ് അതിൻ്റെ സവിശേഷത. കണ്ടില്ലേ? അപ്പോൾ സ്ഥലമില്ലെങ്കിൽ പോലും നമുക്കൊരു കൊച്ചു ബാരലിൽ പിടിപ്പിക്കാൻ പറ്റുന്ന, അതായത് പോട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പഴച്ചെടിയാണ് തായ്ലൻഡ് ബെൽച്ചാമ്പ. ഉണ്ടായി കിടക്കുന്നത് കാണുന്ന ഒരു ഭംഗി, അത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വിദേശിയാണ്, തായ്ലൻഡ് വെറൈറ്റിയാണ്. ഉണ്ടായി കിടക്കുന്നതിൻ്റെ ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ്. ആ ഭംഗി നല്ല റെഡ് കളറിൽ കുലകുലയായി ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് തായ്ലൻഡ് ബെൽച്ചാമ്പ. അപ്പോൾ ആകെ പോകുന്ന 2.5 സെൻറ്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് കഴിഞ്ഞിട്ട് ബാക്കി പോകുന്ന സ്ഥലത്താണ് ഈ പഴച്ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കാര്യം സ്ഥലമില്ല എന്ന് കരുതി ആരും കൃഷി അതായത് ഇതുപോലുള്ള പഴച്ചെടി നടാൻ ഉള്ള സമയം മാറ്റി നിർത്തരുത്, ഇഷ്ടം മാറ്റി നിർത്തരുത്. കാരണം സ്ഥലമല്ല വലുത്, നമ്മളത് ചെയ്യാനുള്ള മനസ്സാണ് വലുത്. അതിന് ഉദാഹരണമാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കിടക്കുന്ന അല്ലെങ്കിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ഈ പഴങ്ങൾ ഉണ്ടായിക്കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കഴിക്കാനുള്ള ഒരു സംരംഭം കൊച്ചു സ്ഥലത്ത് നിന്ന് എങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാം, എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്ന് ഞാൻ എൻ്റെ ഈ കൊച്ചു സ്ഥലത്ത് നിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ വിദേശിനം പഴമായ ജബോട്ടിക്കാബ ഒത്തിരി വെറൈറ്റി ഉണ്ട്. പ്രിക്കോഷ്യ ഉണ്ട്, എസ്കാർലറ്റ് ഉണ്ട്, സബാര ഉണ്ട്, ഹൈബ്രിഡ് റെഡ് ഉണ്ട്. അതിലൊരു നല്ല വെറൈറ്റിയാണ് ഹൈബ്രിഡ് റെഡ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിറയെ കാഴ്ച നിൽപ്പുണ്ട്. രണ്ടാമത് ഇപ്പോൾ ഒരു മാസം മുമ്പ് കാഴ്ച ഞങ്ങൾ കഴിച്ചു, വീണ്ടും ഉണ്ടായേക്കണാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു സീസണോ സമയമോ ഒന്നുമില്ല. നല്ല വിദേശിനം പഴങ്ങളിൽ നിങ്ങൾക്ക് ഡ്രമ്മിലും പോട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന പഴങ്ങളൊന്നാണ് ജബോട്ടിക്കാബ. ഓക്കെ, അപ്പോൾ ലോങ്ങൻ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ലോങ്ങൻ പിമ്പോങ് ഉണ്ട്, ഡയമണ്ട് റിവർ ഉണ്ട്, പെപ്പർ ഉണ്ട്, വൈറ്റ് ലോങ്ങൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി നീണ്ട അനവധി ഒത്തിരി വെറൈറ്റികളുള്ള ഒരു പഴച്ചെടിയാണ് ലോങ്ങൻ. അപ്പോൾ ലോങ്ങനൊക്കെ പോട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുക നല്ല മനോഹരമായ ഒരു പഴമാണ്. ചെറിയൊരു പോട്ടിലാണെങ്കിൽ പോരുന്നുണ്ടല്ലേ കാഴ്ചയുടെ ഡയമണ്ട് റിവറാണ്. അപ്പോൾ ഇതാണ് ലോങ്ങൻ എന്ന് പറയുന്ന പഴം. പോട്ടിൽ നട്ടിരുന്ന് കായ്ച്ചു. കായ്ഫലം കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ കായ്ഫലം തന്ന പഴം തന്നെയാണ്. വീണ്ടും ഈ വർഷം കായ്ച്ചു. കണ്ടില്ലേ, കുലകുലയായി നല്ല ഭംഗിയാണ് ഇത് ഉണ്ടായി കിടക്കുന്നത് കാണാൻ. ഇതാണ് കൊക്കോനില എന്ന് പറയുന്നൊരു പഴമാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുണ്ടായി. തക്കാളിയുടെ ഉള്ളിലെ ജെല്ല് പോലെ തരിതരി പോലെ സീഡ്, നിറയെ സീഡായിരിക്കും. ഒരു അത്യാവശ്യം ചെറിയൊരു ടേസ്റ്റുള്ള പഴമാണ്. ഇതാണ് ആമസോൺ കാടുകളിൽ കണ്ടുവരുന്നിരുന്ന റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ്. നല്ല ഒരു പഴം തന്നെയാണ്. നമ്മുടെ ക്ലൈമറ്റിൽ ധാരാളം ഉണ്ടാവുകയും ധാരാളം ഇത് കണ്ടില്ലേ, നിറയെ കാഴ്ചയ്ക്കുന്ന കണ്ടില്ലേ, ധാരാളം ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ളൊരു പഴമാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. നല്ല പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ മനോഹരമായൊരു പ്ലം തന്നെയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. മഴക്കാലത്താണ് ഫസ്റ്റ് ഫ്ലവറിങ് തുടങ്ങുന്നത്. ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ചില പ്ലാന്റുകളൊക്കെ കായ്ക്കാറുണ്ട്. ഓസ്ട്രേലിയൻ സഡാർബെ ചെറി എന്ന് പറഞ്ഞ ചെറിയാണ്. അത്യാവശ്യം വലിയ ഫ്ലഷ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ചെറിയ ചവർപ്പും മധുരവും ചേർന്ന രുചിയോടുകൂടിയ ഒരു പഴം തന്നെയാണ് ഓസ്ട്രേലിയൻ സഡാർബെ ചെറി.
ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് കണ്ടിരുന്ന കാരംബോള എന്നറിയപ്പെടുന്ന പഴമാണ് സ്റ്റാർ ഫ്രൂട്ട്. അത് പക്ഷെ പുളിയുള്ളതാണ്. പക്ഷേ ഇത് പുളിയില്ലാത്ത B70 എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. നല്ല വലിപ്പം വെച്ച് നല്ല സ്വീറ്റാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ആ പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ പഴങ്ങളിൽ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടി തുടങ്ങുന്നൊരു പഴവും കൂടിയാണ് കാരംബോള സ്റ്റാർ ഫ്രൂട്ട്. നല്ല ഡ്രമ്മിലാണ് ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. നിറയെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ്. ചെറികളിൽ ഭംഗിയുള്ളൊരു ചെറിയാണ്. പുളിയോടുകൂടി ചെറിയൊരു പുളിയുണ്ട്. പക്ഷേ എന്നാലും ഉണ്ടായി കിടക്കുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാം. വീട്ടിലൊക്കെ പോട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുക. ഇതും മറ്റൊരു ഇനത്തിൽപ്പെട്ട ചെടി തന്നെയാണ്. വൈറ്റമിൻ സിയുടെ ക്യാപ്സൂൾ എന്നറിയപ്പെടുന്ന ചെടിയാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. ഇതാണ് ട്രോപ്പിക്കൽ ആപ്രിക്കോട്ടാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഉണ്ടാവും എന്നുള്ളൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മുടെ വീട്ടിൽ പോട്ടിലൊക്കെ ഉണ്ടായി കിടക്കുന്നത്. നിറയെ ഉണ്ടാവട്ടെ, മുകളിലൊക്കെ ഉണ്ട്. അർസാബോയ് എന്ന് പറഞ്ഞ പഴമാണ് ഈ കാണുന്നത്. നല്ല ജ്യൂസ് അടിക്കാൻ പറ്റുക, നല്ലൊരു ഫ്ലേവർ നമുക്ക് സമ്മാനിക്കുന്ന, അല്ലെങ്കിൽ രുചിയോടുകൂടി തന്നെ നല്ല ഫ്ലേവറോടുകൂടി തന്നെ ജ്യൂസ് കഴിക്കാൻ പറ്റിയൊരു പഴമാണ് അർസാബോയ്. പോട്ടിലൊക്കെ ധാരാളം ഉണ്ടാവും. ലെമൺ ഗുവ എന്നറിയപ്പെടുന്ന നല്ല പഴുത്ത് കഴിയുമ്പോൾ നല്ല യെല്ലോ ഷെയ്ഡാവും ആ പേര. തക്കാളിയുടെ ഉള്ളിലെ ജെല്ല് പോലെയാണ് അതിൻ്റെ പ്രത്യേകത. ടേസ്റ്റുള്ള പഴം തന്നെയാണ് സ്ട്രോബെറി പേര. ഇതാണ് തായ്ലൻഡ് സീഡില്ലാത്ത പഴയ ഉള്ളിച്ചാമ്പ. നാട്ടിൻപുറത്ത് കണ്ടിരുന്ന ഉള്ളിച്ചാമ്പ തന്നെ തായ്ലൻഡിൽ നിന്ന് വരുന്ന സീഡില്ലാത്ത ചാമ്പ. കണ്ടില്ല, അപ്പോൾ കണ്ടോ, സീഡില്ല. ഇതിൻ്റെ പ്രത്യേകത അതാണ്, സീഡില്ല. അതിൻ്റെ നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ. ചെറിയ പുളിയും മധുരവും ചേർന്ന നല്ല ടേസ്റ്റുള്ള ചാമ്പയാണ്. കണ്ടില്ലേ, കുല ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കണ്ട, നിറയെ കുലകുത്തി ഉണ്ടാവും ചെറുതിൽ തന്നെ. ഇതാണ് തായ്ലൻഡ് പിങ്ക് പേരയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലത്തെ ഒരു 240 ലിറ്ററിൻ്റെ ഡ്രമ്മാണ് ഈ മുറിച്ച ഡ്രമ്മ്. ഈ 240 ലിറ്ററിൻ്റെ ഡ്രമ്മിലേക്കാണ് നമ്മൾ ഇതുപോലുള്ള വലിയ മാവും പ്ലാവൊക്കെ ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് നല്ല ഒറിജിനൽ ഗ്രാവൽ തന്നെ ആയിരിക്കണം. ഗാർഡൻ പണിക്കാർ ഉപയോഗിക്കുന്ന നല്ല ചുവന്ന ഗ്രാവൽ തന്നെ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. നല്ല വളക്കൂറുള്ള ഗ്രാവലായിരിക്കണം. മറ്റുള്ള ഗ്രാവലും പൂഴിമണലൊക്കെ ആണെങ്കിൽ ടൈറ്റായി, വേര് ടൈറ്റായി ചെടി വളർച്ച ഗ്രോത്ത് ഇല്ലാണ്ട് ഒരു മരവിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് മണ്ണിളക്കം ഉണ്ടാകാൻ വേണ്ടിയാണ് കുറച്ച് ചകിരിച്ചോറും കൂടി ചേർത്ത് കൊടുത്ത്. അതുപോലെ തന്നെ അടിയിൽ ഡ്രമ്മിൻ്റെ അടിയിൽ ചെടി വെക്കുന്നതിന് മുമ്പ് കുറച്ച് ഓട് കഷ്ണങ്ങളൊക്കെ നിരത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വേര് ഓടാനുള്ള ഒരു ഇടതൂർന്ന് വേര് ഇറങ്ങാനും അത് വളരാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അടിയിലൊക്കെ നിങ്ങൾ കുറച്ച് ചകിരിച്ചോറും അതുപോലെ തന്നെ ഓടും ഒക്കെ ഇട്ട് കൊടുക്കണം, നല്ലതാണ്. ഇതുപോലെ പൂഴിമണലിലേക്ക് ട്രൈക്കോഡാമ അല്ലെങ്കിൽ സ്യൂഡോമോണസ്, അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം ഒരളവുണ്ട്. ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അല്ലെങ്കിൽ നിങ്ങളിതിൽ കോൺടാക്ട് നമ്പറിലൂടെ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അത് വിശദീകരിച്ച് പറയാനുള്ളൊരു സമയമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നമുക്ക് ചെടി പിടിപ്പിക്കാം, ചെടി നടാൻ പറ്റും. ഇതാണ് സുറിനാം ചെറി. നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് സംശയമാണ്, നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വിദേശ ഇനം പഴങ്ങൾ കായ്ക്കുമോ ഇല്ലേ എന്നുള്ളൊരു സംശയമുണ്ട്. ആ ഒരു സംശയത്തിന് വേണ്ടിയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇതെല്ലാം കായ്പ്പിച്ച് എങ്ങനെ പോട്ടിലും ഡ്രമ്മിലൊക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാകും അല്ലെങ്കിൽ കായ്ക്കുമെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു തുടക്കം ഇട്ടുകൊണ്ടാണ് ആളുകളോട് പറയുന്നത്. നമ്മുടെ ട്രോപ്പിക്കൽ ഫ്രൂട്ടുകളെല്ലാം അത്യാവശ്യം വേണ്ട പഴങ്ങളൊക്കെ തായ്ലാൻഡ്, മലേഷ്യയിൽ നിന്ന് വരുന്ന പഴങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും കായ്ക്കും. അതിൽ ഒരു സംശയവും വേണ്ട. അത് ചെയ്യാനുള്ള മനസ്സും അത് കാര്യക്ഷമതയോടുകൂടി തന്നെ ആ പ്ലാന്റിനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫലം തരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെടികൾ നടുമ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കം തയ്യാറെടുപ്പൊക്കെ ശരിയായ രീതിയിലാണ് ആ ചെടി നടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഗ്രോത്തുള്ള നല്ല വളർച്ചയുള്ള ചെടിയാവും. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലുടനീളം ക്ലയൻറ്റ് വിളിക്കുന്നതനുസരിച്ച് ആളുകൾ പറയുന്നതനുസരിച്ചിട്ട് പഴച്ചെടികൾ എത്തിച്ച് ശാസ്ത്രീയപരമായിട്ട് നട്ടുപിടിപ്പിക്കുന്ന ജോലിയാണ്. അപ്പോൾ
കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയ പ്ലാന്റ്, ഏറ്റവും മുതിർന്ന പ്ലാന്റ്, കായ്ഫലമുള്ള പ്ലാന്റ് കൊടുക്കുന്ന പേരാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ എൻ്റെ പേര് ഷിബു ഭരതൻ. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. യൂട്യൂബിൽ നമ്മുടെ ലിങ്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എറണാകുളം ജില്ല കൊച്ചി പള്ളുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്കല്ലെങ്കിൽ ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് ചെടിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വേണ്ട പ്ലാന്റുകളൊക്കെ അടയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുതിർന്ന പ്ലാന്റ് തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ച് നട്ടുപിടിപ്പിച്ച് തരുന്ന ജോലി കൂടിയാണ് നമ്മളുടെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫലങ്ങളും, എല്ലാ പഴച്ചെടികളും ഒരേ സമയം കായ്ക്കില്ല. ചില മാസവ്യത്യാസങ്ങളുണ്ട്. ക്ലൈമറ്റിൻ്റെ വ്യതിയാനം ഉള്ളതുകൊണ്ടും ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഇപ്പോൾ സീസണായി വരുന്നു. ജാനുവരി തൊട്ട് അങ്ങോട്ട് ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ട്. പല പ്ലാന്റുകളും മാവൊക്കെ ഫ്ലവറിങ് തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശിനങ്ങളും പഴങ്ങളും ഇപ്പോൾ അടുത്ത മാർച്ചിലൂടെയൊക്കെ തന്നെ പഴുത്തു തുടങ്ങും, അല്ലെങ്കിൽ ഉണ്ടായി തുടങ്ങും. അപ്പോൾ എല്ലാം ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ അടുത്ത പ്രാവശ്യം വരികയോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ നിങ്ങൾ വരുമ്പോൾ ഇത് കാണാം ഇവിടെ ഉണ്ടായി കിടക്കുന്നത്. അപ്പോൾ മാസവ്യത്യാസവും വർഷവ്യത്യാസമൊക്കെ പലതുണ്ട് ചെടികൾ കായ്ക്കാൻ. അപ്പോൾ എന്തായാലും 3 വർഷമായ പ്ലാന്റുകൾ എന്തായാലും തീർച്ചയായിട്ടും ഡ്രമ്മിൽ നട്ടു കഴിഞ്ഞാൽ കായ്ക്കും. അതും വ്യത്യസ്തയിനം പഴച്ചെടികളെല്ലാം, വിദേശിയും സ്വദേശിയുമായിട്ടുള്ള പഴങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ കായ്ക്കും. അതിന് ഒരു സംശയം വേണ്ട. ഐലൻഡിൻ്റെ ഗ്രീൻ ചാമ്പയാണ് ഈ കാണുന്നത്. ചാമ്പ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഗ്രീൻ വെറൈറ്റിയാണ്. ഇതെല്ലാം ചട്ടിയിലാണ് നിൽക്കുന്നത്, പോട്ടിലാണ് നിൽക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേക സവിശേഷത. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു വലിയ പോട്ടിലാണ് നിൽക്കുന്നത്. VNR ബിഹി എന്നറിയുന്ന ഒരു പേര ഇനമാണ്. പേര ഇനങ്ങളിൽ നല്ലൊരു പേര ഇനം തന്നെയാണ് VNR ബിഹി. ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു 800 ഗ്രാം വരും ഈ പേരക്ക. ഇതാണ് പാകിസ്ഥാൻ മൾബറിയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, പോട്ടിലൊക്കെ നല്ല പ്ലാന്റ് ആയതുകൊണ്ടാണ് ചെറുതിലെ തന്നെ കായ്ച്ചു തുടങ്ങുന്നത്. പോട്ടിലാണ് നിൽക്കുന്നത്. ഇതുപോലത്തെ ചെറിയ പോട്ടിലാണ്, ധാരാളം ഉണ്ടാവും. നല്ല പഴം തന്നെയാണ്. അതുപോലെ തന്നെ തായ്ലൻഡ് വെറൈറ്റിയായ സപ്പോർട്ടുകൾ ഒത്തിരി വെറൈറ്റികളുണ്ട്. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ധാരാളം ഉണ്ടാവുന്നത്. ഇതാണ് കല്ലുകെട്ടി എന്നറിയപ്പെടുന്ന മാങ്ങയാണ്. കല്ലുകെട്ടിയാണ് ഈ കാണുന്നത്. പേര ഇനങ്ങളിൽ നല്ലൊരു പേര ഇനം തന്നെയാണ് തായ്ലൻഡ് പിങ്ക് പേര. കണ്ടില്ലേ, നല്ല ഭംഗിയാണിത്. ഉള്ളിൽ നല്ല പിങ്ക് കളറാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നല്ല മധുരം, നല്ല സ്മെല്ലാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക സവിശേഷത. തായ്ലാൻഡ് പിങ്ക് പേര നിങ്ങളൊക്കെ പഴച്ചെടി വെക്കുമ്പോൾ മറക്കണ്ട തായ്ലാൻഡ് പിങ്ക് പേര. തായ്ലൻഡ് ലെമൺ ഒത്തിരി വെറൈറ്റി ഉണ്ട്. സീഡില്ലാത്തതുണ്ട്, സീഡുള്ളതുണ്ട്. അതുപോലെ തന്നെ തായ്ലൻഡ് വെറൈറ്റികളിലെ നല്ല ധാരാളം ഉണ്ടാവും. ഇതിൻ്റെ സ്കിന്ന് നല്ല തിളക്കമായിരിക്കും. ഫ്രഷ് ലൈമൊക്കെ അടിക്കാൻ പറ്റും. നല്ല തായ്ലാൻഡ് ലെമണാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, വിദേശിയും സ്വദേശിയുമായിട്ട് ഒരു 80ഓളം വെറൈറ്റികളുണ്ട് നമ്മുടെ ഈ വീട്ടിൽ. അപ്പോൾ സ്ഥലമില്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്ഥലമില്ല എന്ന് കരുതി നിങ്ങളാരും പഴച്ചെടി വെക്കാതിരിക്കരുത്. അപ്പോൾ അതിന് സ്ഥലമില്ല എന്നത് ഒരു കാരണമല്ല, അതിന് ഉദാഹരണമാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ സ്ഥലപരിമിതികളെ മറികടന്നുകൊണ്ട് ഇങ്ങനെയും കൃഷി ചെയ്യാം എന്ന് നമ്മൾ കാണിച്ചു തരികയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒഴിവ് സമയങ്ങളിൽ ഇതുപോലെ നട്ടുപിടിപ്പിക്കുക. പഴച്ചെടികളൊക്കെ നല്ല ഇനം പഴച്ചെടികൾ കണ്ട് എല്ലാവരും ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കഴിക്കാനുള്ള സംരംഭം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തുടങ്ങുക. അപ്പോൾ എല്ലാവരും ഈ മനോഹരമായ വീഡിയോ കണ്ടല്ലോ. എല്ലാ ഫലവൃക്ഷങ്ങളും ഇങ്ങനെ പഴുത്ത് പാകമായിട്ട് ഇങ്ങനെ പറിച്ച് കഴിക്കാനൊക്കെ എന്തൊരു സുഖം. കാണാൻ തന്നെ നമുക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയുമല്ലേ. അതുപോലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ശിവചേട്ടൻ്റെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് സംസാരിക്കാവുന്നതാണ്, എന്നിട്ട് വാങ്ങിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. റഹീമാസ്.